എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ 3Dയിൽ കാണുന്ന വീടിൻ്റെ വിശേഷങ്ങളാണ്. ഇത് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് 4 സെൻറ്റ് പ്ലോട്ടിലാണ്. 1620 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ ടോട്ടൽ ഏരിയ വരുന്നത്. ഇതിൽ 3 ബെഡ്റൂം വരുന്നുണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ്. അതുപോലെ തന്നെ ലിവിംഗ് റൂം, ഡൈനിങ്, കിച്ചൺ എല്ലാ സൗകര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും നമ്മൾ പുതിയ ഓരോരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പ്ലാന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് 820 സ്ക്വയർ ഫീറ്റ് മാത്രമാണ്. സിറ്റ് ഔട്ട് വരുന്നത് 5 അടി വീതിയും 10 അടി നീളവുമുള്ള സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കാണുന്നത് സ്റ്റെയറും അതുപോലെ ഒരു കോർട്ട്യാർഡുമാണ്. കോർട്ട്യാർഡിൽ തന്നെയാണ് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. ഈ കോർട്ട്യാർഡിനോട് ചേർന്നുകൊണ്ട് ഇടതുവശത്തായി ഡൈനിങ് കാണാം. 10 അടി വീതിയും 12 അടി നീളവുമുള്ള ഡൈനിങ് ആണ്. ഇതിന് നമ്മൾ 2 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഇൻറ്റീരിയർ വർക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഈ പ്ലാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഡൈനിങ്ങിനോട് ചേർന്നുകൊണ്ട് തന്നെ ലിവിംഗ് റൂം കാണാം. 9 അടി വീതിയും 10 അടി നീളവുമുള്ള ലിവിംഗ് റൂമാണ്. ഇതിൽ നമ്മളൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സോഫ കൊടുത്തിട്ടുള്ളത് L ഷേപ്പിലാണ്. അതുപോലെ ലിവിംഗ് റൂമിലും 2 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ലിവിങ്ങിനും ഡൈനിങ്ങിനും ഇടയിലായി ചെറിയ വുഡൻ പാർട്ടീഷൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ സ്റ്റെയർ റൂമിനോട് ചേർന്നുകൊണ്ടുള്ള ലോബി വഴിയാണ് നമ്മൾ കിച്ചണിലേക്കും ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഫസ്റ്റ് ബെഡ്റൂമിലേക്കും പോകുന്നത്. ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 12 അടി വീതിയും 10 അടി നീളവുമുള്ള ബെഡ്റൂമാണ്. ഇതിന് നമ്മളൊരു ബാത്റൂം അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 5 അടി വീതിയും 7 അടി നീളവുമുള്ള ബാത്റൂമാണ്. കിച്ചൺ വരുന്നത് 13 അടി നീളവും 9 അടി വീതിയുമുള്ള കിച്ചണാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ റൂംസിലും നമ്മൾ ഈ 2 വിൻഡോസ് വീതം കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മാക്സിമം എയർ സർക്കുലേഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്ലോട്ട് നമുക്ക് നോക്കുമ്പോൾ വളരെ ഫിറ്റ് ആയിക്കൊണ്ടുള്ള ഒരു ഡിസൈനാണ്. പ്ലോട്ടിലേക്ക് 4 സെൻറ്റിൽ താഴെ വരുന്ന ഒരു പ്ലോട്ടാണിത്. അതിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ സെറ്റ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ സ്റ്റെയർ കയറി വന്ന് നമ്മൾ നേരെ ഒരു കോറിഡോറിലേക്കാണ് വരുന്നത്. വീടിൻ്റെ ഇടതുവശത്തായി ഒരു ബെഡ്റൂം കാണാം. 9 അടി വീതിയും 14 അടി നീളവുമുള്ള ബെഡ്റൂമാണ്. അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഒരു ഡ്രസ്സിങ്ങും ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. 5 അടി വീതിയും 7 അടി നീളവുമുള്ള ബാത്റൂമാണ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂമായി വരുന്നത്. സെക്കൻഡ് ബെഡ്റൂം വരുന്നത് 12 അടി നീളവും 10 അടി വീതിയുമുള്ള ബെഡ്റൂമാണ്. അതിനൊരു ബാത്റൂം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നമ്മളൊരു ബാൽക്കണി കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കോറിഡോറിൽ നിന്നും ഒരു ബാൽക്കണി വരുന്നുണ്ട്. 2 ബാൽക്കണിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ 800 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. സോറി, ഇത് ഗ്രൗണ്ട് ഫ്ലോർ എന്ന് എഴുതിയത് മിസ്റ്റേക്ക് ആണ്. ഫസ്റ്റ് ഫ്ലോർ ആണിത്. ഫസ്റ്റ് ഫ്ലോർ 800 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. ടോട്ടൽ 1620 സ്ക്വയർ ഫീറ്റ് ആണ്. അതുപോലെ ഒരു കിച്ചണിന് മുകളിലായിട്ട് ഒരു ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്പൺ ടെറസ് നമുക്ക് വേണമെങ്കിൽ ക്ലോസ്ഡ് ആക്കിയിട്ട് ഒരു റൂം കൂടെ ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് നമ്മുടെ ഈ ആഴ്ചത്തെ പ്ലാനിൻ്റെ വിശേഷങ്ങൾ. അടുത്ത ഞായറാഴ്ച പുതിയൊരു ഡിസൈനുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.